നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ നടന്ന 13ാമത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷം നേടിയാണ് BNP അധികാരമുറപ്പിച്ചത്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിലേറിയതോടെ ഇപ്പോൾ ഒരു പുതുചരിത്രം രചിക്കുകയാണ്. BNP നേടിയ നിർണായക വിജയത്തിൽ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുമായി ഒരു ക്രിയാത്മക ഇടപെടലിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് താരിഖ് റഹ്മാൻ പറഞ്ഞത്. വ്യാഴാഴ്ച നടന്ന ചരിത്രപരമായ തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷമാണ് താരിഖ് റഹ്മാൻ നയിക്കുന്ന BNP നേടിയത്. ഇന്ത്യയെ സംബന്ധിച്ചേറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീന അധികാരം നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത കാഴ്ച, തുടർന്ന് ബംഗ്ലാദേശിൽ ശക്തിപ്പെട്ടു വന്ന ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം. എന്നാൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന് യാതൊരുവിധ സ്വീകാര്യതയും ബംഗ്ലാദേശികൾ നൽകിയില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. 299 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 68 സീറ്റാണ് ഇസ്ലാമിസ്റ്റ് പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയും സഖ്യവും നേടിയത്. മുഹമ്മദ് യൂനുസ് നേതൃത്വം കൊടുത്ത ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് സംഘടിതമായി ഉയർന്നു വന്ന ശക്തിയാണ് ഇസ്ലാമിസ്റ്റ് മൗലിക സംഘടനകളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ബംഗ്ലാദേശികൾ ഉറപ്പിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ്. ജമാഅത്ത് ഇസ്ലാമിയെ ജനം തള്ളിക്കളയുന്നു, മറുവശത്ത് പഴയ BNPയെ അവർ വാരിപ്പുണരുന്നു. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കേർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 18 മാസത്തിലേറെയായി സംഘർഷഭരിതമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം. ഈ ബന്ധത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉടൻ പ്രതിഫലിക്കുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മോട് പറയുന്നത്. ബംഗ്ലാദേശിനും അവിടുത്തെ ജനങ്ങൾക്കും ബംഗ്ലാദേശിൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ സദ്വാർത്ത എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ വികാരം വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അവർ ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. 1971 വിമോചനത്തിൻ്റെ അന്തസത്തയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് BNP എന്ന് ജനം കരുതുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നിർണായക പങ്കുവഹിച്ചിരുന്നു. 1947 മുതൽ 1971 വരെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തെ ബംഗ്ലാദേശ് എന്ന രാജ്യമാക്കി മാറ്റിയത് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം തന്നെ. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടിയായ അവാമി ലീഗ് സർക്കാരുമൊക്കെ നിലംപൊത്തി. തുടർന്ന് ഒട്ടേറെ വിമോചന യുദ്ധപ്രതീകങ്ങൾ ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിനെ പൂർണ്ണമായി ഇസ്ലാമിക് ഭരണത്തിന് കീഴിലാക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജാബുർ റഹ്മാൻ്റെ കൂറ്റൻ പ്രതിമ പോലും തകർത്തു. അദ്ദേഹത്തിൻ്റെ വീടിന് തീയിട്ടു. രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നീക്കി. ബംഗ്ലാദേശിൽ കൂട്ടത്തോടെ ഹിന്ദു സമൂഹങ്ങൾ ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ സൂക്ഷ്മതയോടെ ഇന്ത്യ ഈ കാലഘട്ടത്തിൽ നോക്കിക്കണ്ടു. ബംഗ്ലാദേശിൻ്റെ മുൻ പ്രസിഡന്റും BNPയുടെ സ്ഥാപക പ്രസിഡന്റുമാണ് സിയാവുർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ മകൾ ഖാലിദ സിയ 3 തവണയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായത്. ഖാലിദ സിയയുടെ 60 വയസ്സുള്ള മകനാണ് താരിഖ്. വിലക്കുണ്ടായിരുന്നതുകൊണ്ട് ഇക്കുറി ഹസീനയുടെ അവാമി ലീഗിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. താരിഖ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയെ ആ പ്രത്യേക ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇന്ത്യ കൂടാതെ ചൈന, സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, മലേഷ്യ, ബ്രൂണൈ, ശ്രീലങ്ക, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളെ കൂടി ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയെ വരാനിരിക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചുവെന്നാണ് BNP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. BNPയുടെ വിജയത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BNP പാർട്ടിക്കും താരിഖ് റഹ്മാനും ആശംസകൾ നേർന്നു. ദേശീയ തെരഞ്ഞെടുപ്പിൽ BNPയുടെ നിർണായക വിജയം ഉറപ്പാക്കുന്നതിൽ താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തോടുള്ള നിങ്ങളുടെ ദയാപൂർവമായ അംഗീകാരത്തിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു എന്ന് താരിഖ് റഹ്മാൻ പ്രതികരിച്ചു. ബംഗ്ലാദേശിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമോ? താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താനിടയില്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആ ദിവസങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കുന്നു എന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രാ തടസ്സം. ബംഗ്ലാദേശിലേറെ സ്വാധീനമുള്ള സിയ കുടുംബത്തിലെ പ്രധാനിയാണ് 60-കാരനായ താരിഖ് റഹ്മാൻ.
പതിറ്റാണ്ടുകളായി രാജ്യത്തെ രാഷ്ട്രീയാധിപത്യം പുലർത്തുന്ന രണ്ട് പാർട്ടികളിൽ ഒന്നിനെ നയിക്കുന്ന നേതാവ്. രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിയ നിരവധി ആരോപണങ്ങൾ മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. റഹ്മാൻ്റെ കൗമാരപ്രായത്തിൽ പിതാവിൻ്റെ കൊലപാതകം, പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ വിദേശ രാജ്യത്തേക്ക് പറിച്ചു നടപ്പെട്ടു. രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അമ്മ ഖാലിദ സിയ മരണപ്പെട്ടത് ഈ അടുത്ത കാലത്ത്, അതും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ്. 2001 30കളുടെ മധ്യത്തിലാണ് റഹ്മാൻ ആദ്യമായി BNPയിൽ സജീവമാകുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ അമ്മയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ തുടക്കം. 91 മുതൽ 96 വരെയായിരുന്നു അവർ ആദ്യ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത്. 1981 ഖാലിദ സിയയുടെ പിതാവ് സിയാവുർ റഹ്മാൻ സൈനിക അട്ടിമറിയിൽ കൊല്ലപ്പെടുന്നത്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. 1978 BNP എന്ന പാർട്ടി രൂപീകരിച്ചു. 2007 പട്ടാള പിന്തുണയുള്ള ഒരു കാവൽ ഗവൺമെന്റിന്റെ കാലത്ത് അഴിമതി ആരോപണങ്ങളാൽ താരിഖ് റഹ്മാൻ അറസ്റ്റിലാവുന്നു. പിന്നീട് വിചാരണ കാത്തിരിക്കുന്നതിനിടയിൽ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 18 മാസം ജയിലിൽ കിടന്നതിന് ശേഷം ജയിൽ മോചിതൻ. പിന്നീട് രാജ്യം വിട്ട് ലണ്ടനിലേക്ക് കുടിയേറി. അടുത്ത 17 വർഷത്തേക്ക് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് പിന്നീട് മടങ്ങി വന്നില്ല. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ വലിയൊരു ഏടാണ് ബാറ്റിൽ ഓഫ് ബീഗംസ് അഥവാ ബീഗംമാരുടെ പോരാട്ടം എന്നറിയപ്പെടുന്ന ശത്രുത. ബംഗ്ലാദേശിലെ 2 പ്രമുഖ വനിതാ നേതാക്കൾ തമ്മിലുള്ള നീണ്ടതും കൈപ്പേറിയതുമായ ശത്രുത. ഒരു വശത്ത് അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീന, മറുവശത്ത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഖാലിദ സിയ. എല്ലാറ്റിനുമൊടുവിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു. മറുവശത്ത് ഖാലിദ സിയ രോഗശയ്യയിൽ ഒടുവിൽ മരണത്തിലേക്ക്. ബംഗ്ലാദേശിൻ്റെ ചരിത്രവും പാരമ്പര്യവുമൊക്കെ പേറുന്ന 2 വനിതകൾ. സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ നേതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന. പിന്നീട് രാജ്യത്തിൻ്റെ പ്രസിഡന്റായ സൈനിക ഓഫീസർ സിയാവുർ റഹ്മാൻ്റെ വിധവയാണ് ഖാലിദ സിയ. മുജീബുർ റഹ്മാനെ വധിച്ച പട്ടാള അട്ടിമറിയുടെ സൂത്രധാരൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് സിയാവുർ റഹ്മാൻ. 1990 ജനറൽ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിൻ്റെ പതനത്തിനു ശേഷം സൈനിക ഭരണത്തെ പുറത്താക്കാൻ ഹസീനയും ഖാലിദയും കുറച്ചുകാലം ഒരുമിച്ച് പ്രവർത്തിച്ചു. പിന്നീട് കൊടിയ ശത്രുതയിലേക്ക് ഇരുവരും മാറി. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇന്ത്യയോട് കൂടുതൽ ചായ്വ് പ്രകടിപ്പിച്ചപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എപ്പോഴും പാകിസ്ഥാനോട് അനുകൂല നിലപാട് പുലർത്തുന്ന കാഴ്ചയാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന 1971 അന്ന് മുജീബുർ റഹ്മാൻ ജയിലിലായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ 72 അദ്ദേഹം മോചിതനായി. ജയിൽ മോചിതനായ റഹ്മാൻ രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയായി ജനുവരി 1972 സ്ഥാനമേറ്റെടുത്തു. 75 ജനുവരിയിൽ പ്രസിഡന്റായി ചുമതലയേറ്റു. 1975 ഓഗസ്റ്റ് 15 മുജീബുർ റഹ്മാനെയും കുടുംബത്തിലെ ഭൂരിഭാഗം പേരെയും പട്ടാളം കൊലപ്പെടുത്തി. പട്ടാള അട്ടിമറി സമയത്ത് അന്ന് വിദേശത്തായിരുന്ന ഷെയ്ഖ് ഹസീനയും ഇളയ സഹോദരി ഷെയ്ഖ് റഹനയും മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. മുജീബുർ റഹ്മാനെ പട്ടാള അട്ടിമറിയിലൂടെ കൊലപ്പെടുത്തിയ സിയ റഹ്മാൻ പിന്നീട് അധികാരത്തിലേക്ക്. അദ്ദേഹവും പട്ടാള അട്ടിമറിയിൽ പിന്നീട് കൊല്ലപ്പെടുന്നു. ഇരുവരുടെയും മരണത്തിന് ശേഷം അവരുടെ മക്കൾ വാണ അതേ അധികാര കസേര. ആ പ്രധാനമന്ത്രി കസേരയിലേക്കാണ് ഒടുവിൽ ഖാലിദ സിയയുടെ മകൻ പ്രവേശിക്കുന്നത്. ഏറെ കൗതുകകരമാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയം. ഒപ്പം ഇന്ത്യ ഏറെ ആകാംക്ഷയോടെ പുതിയ തെരഞ്ഞെടുപ്പും അതിൻ്റെ വിജയവുമൊക്കെ നോക്കിക്കാണുന്നു. BNP സംബന്ധിച്ച് ഇന്ത്യ തന്നെയാണ് അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അയൽ രാജ്യം. അത് കൃത്യതയോടെ തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ താരിഖ് അധികാരത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ 18 മാസമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് അറുതിയാകും എന്ന പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.